2026 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അത് ഹോസ്റ്റ് ചെയ്യുന്നത് 3 രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ടാണ്. മെക്സിക്കോ, കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തവണത്തെയും പോലെ 32 ടീമുകളല്ല പങ്കെടുക്കുന്നത്. അതിന് പകരം 48 ടീമുകളാണ് മാറ്റുരയ്ക്കാൻ പോകുന്നത്. 48 ടീംസ്, 104 മാച്ചസ്, 3 ഹോസ്റ്റ് കൺട്രീസ് ആൻഡ് എ കംപ്ലീറ്റ്ലി ന്യൂ ഫോർമാറ്റ്. പക്ഷെ ആരാധകരിൽ ഒരു പകുതി പേർക്ക് പോലും ഈ വേൾഡ് കപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് യാതൊരു പിടിയില്ല. പക്ഷെ അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് 32 ടീമുകൾക്ക് പകരം 48 ടീം ഉണ്ടെന്നുള്ളതാണ്. ഈ 48 ടീമുകളെ 12 ഗ്രൂപ്പുകളായി ഓരോ ഗ്രൂപ്പിലും 4 ടീം വെച്ച് ആണ് തരംതിരിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് മോർ കൺട്രീസ്, മോർ മാച്ചസ്, മോർ അണ്ടർഡോഗ് സ്റ്റോറീസ് ആൻഡ് മോർ ക്യാവോസ്. ഈ 12 ഗ്രൂപ്പിൽ നിന്നും ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും മികച്ച 2 സ്ഥാനക്കാർ ഡയറക്റ്റ് ആയിട്ട് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവും. പിന്നെ ഒരു വ്യത്യാസമുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവും. അതെങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ 12 ഗ്രൂപ്പ് എടുക്കുമ്പം ഏറ്റവും കൂടുതൽ പോയിന്റുള്ള 8 മൂന്നാം സ്ഥാനക്കാരെ കൂടി പരിഗണിക്കുന്നതാണ് അടുത്ത റൗണ്ടിലേക്ക്. അപ്പം 24+8 32 ടീമുകൾ അടങ്ങുന്നതായിരിക്കും അടുത്ത റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിഫയിങ് സ്റ്റേജിൽ ആദ്യം വരുന്നത് റൗണ്ട് ഓഫ് 32 ആണ്. 32 ടീമുകൾ അടങ്ങുന്നതായിരിക്കും ആദ്യത്തെ ഒരു ക്വാളിഫയിങ് റൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റൗണ്ട് ഓഫ് 16, അതിനുശേഷം ക്വാർട്ടർ ഫൈനൽസ്, പിന്നെ വരുന്നത് സെമി ഫൈനൽസ്, ലാസ്റ്റ് ഫൈനൽ. അപ്പം ജയിക്കുന്ന ടീമുകൾ കയറി പോവുകയും തോക്കുന്നവർ പിന്നെ പുറത്തായിക്കൊണ്ടിരിക്കും. അത് പഴയ പരിപാടി പോലെ തന്നെ. ഗ്രൂപ്പ് സ്റ്റേജിൽ മാത്രമാണ് ആകെപ്പാടൊരു വ്യത്യാസമുള്ളത്. വ്യത്യാസമുള്ളതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനക്കാർക്ക് കൂടി ജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് കയറാനുള്ളൊരു അവസരമുണ്ട് ഈ ലോകകപ്പിൽ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ടീം, ഇഷ്ടപ്പെട്ട ടീം മൂന്നാം സ്ഥാനത്ത് വന്നു എന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെ ഏറ്റവും മികച്ച മൂന്നാം സ്ഥാനക്കാരെ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ ടീമിന് നല്ല പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീമും അടുത്ത റൗണ്ടിലേക്ക് കയറാൻ സാധ്യതകൾ അവിടെ കാണാം. അപ്പോൾ വരുന്ന ലോകകപ്പ് ആര് തൂക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തൂക്കുക.